ഹായ്, വെൽക്കം ബാക്ക് ടു കെറ്റാങ്കരാസ്. എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് ഞങ്ങൾ തിരുപ്പതിയിൽ തൊഴാൻ വന്നേക്കുകയാണ്. ഞാനും ചേട്ടനോട് ഞങ്ങൾ ഒരു 3-4 പേരുടെ ആയിരുന്നു. എൻ്റെ ബ്രദറും എല്ലാവരുടെ ബുക്ക് ചെയ്തതാണ്. പക്ഷേ അവർക്കൊക്കെ ലാസ്റ്റ് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞാനും ചേട്ടനോടാണ് വന്നത്. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ട്രെയിനാണ് വന്നത്. KKക്ക് വന്നു. രാവിലെ ഒരു 4:45 എത്തി. നല്ല മഴയായിരുന്നു. പിന്നെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കയറി വന്ന് ഇവിടെ വന്ന് പിന്നെ നമുക്കറിയില്ല ഇവിടുത്തെ എല്ലാ റൂൾസാണല്ലോ. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ചേട്ടന് H1N1 വന്നിട്ട് അത് കൂടിയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ നേർച്ച പറഞ്ഞതാണ്. ചേട്ടൻ മുട്ട അടിച്ചുകൊണ്ട് ഞാൻ പകുതി മുടി മുറിക്കാമെന്ന്. നെക്സ്റ്റ് മന്ത് ഞങ്ങൾ വരുന്നുണ്ട്. ചേട്ടൻ്റെ അസുഖങ്ങളൊക്കെ മാറിയപ്പം എനിക്ക് ഒരു വയ്യാഴിക വന്നു. 2 ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പം ഓരോ സമയങ്ങളിങ്ങനെ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കില്ല. ഇടയ്ക്കൊക്കെ ഭഗവാൻ ദുഃഖങ്ങളും നമുക്ക് തരും. അപ്പം അങ്ങനെ അന്നേരം ഇങ്ങനെ എൻ്റെ ബ്രദർ പറഞ്ഞതാണ് എൻ്റെ മുടി മുട്ടയടിക്കാമെന്ന്. അവനും ഞാനിവിടെ ചേർന്ന് മുട്ടയടിക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ മിക്കവാറും ഞങ്ങൾ നെക്സ്റ്റ് ബന്ധു വരും. അപ്പോൾ നമ്മുടെ തിരുപ്പതിയിലെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. ഭഗവാനെ കാണാൻ വേണ്ടിയുള്ള ദർശനത്തിൻ്റേത് നാളത്തേക്കിനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. റൂമൊക്കെ റെഡിയായി. ഞങ്ങൾ വന്ന് കുളിച്ചു, പോയി മുട്ടയടിച്ചു, എൻ്റെ മുടി പകുതി മുറിച്ചു, കയറി ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. ഓക്കെ. അതായത് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വരുന്ന വണ്ടിയാണ്. വണ്ടി നല്ലതായിട്ട് അലങ്കരിച്ച് വാഴയൊക്കെ വെച്ച് നല്ലതായിട്ട് അലങ്കരിച്ചാണ് വന്നേക്കുന്നത്. നല്ല മഴയായിരുന്നു. അപ്പോൾ ദൂരെ കാണുന്നതാണ് ഗേറ്റ്. നമ്മളെല്ലാവരും ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് ലഗേജും കൊണ്ട് വേണം ഇറങ്ങാൻ. ഫുൾ ചെക്കിങ് ഉണ്ട്. വണ്ടി ഫുൾ ചെക്ക് ചെയ്തിട്ടേ വിടുകയുള്ളൂ. അപ്പോൾ നമ്മൾ റൂമിലെത്തി കാണുന്ന വ്യൂ ആണ് ജനലിൽ കൂടി. നല്ല മഴയും നല്ല നിലാവും നല്ല മഞ്ഞുമായിട്ടുള്ളൊരു നല്ലൊരു പ്രഭാതമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ്. ഞാൻ തിരുപ്പതിയിലെ കഥ ചുരുക്കിയൊന്ന് പറയാം. തിരുപ്പതിയിലെ ഭഗവാൻ വെങ്കടേശ്വര സ്വാമിയെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി ആരാധിക്കുന്നു. ദേവി ലക്ഷ്മിയും ഭൂദേവിയും തമ്മിലുള്ള കഥകളുടെ ഭാഗമായി ഭഗവാൻ ഇവിടെ താമസിച്ചത് എന്നതാണ് വിശ്വാസം. പുരാണങ്ങൾ പ്രകാരം കാളിയുഗത്തിലെ രക്ഷകൻ ഭഗവാൻ വെങ്കടേശ്വരനാണ്. മുടിവെട്ടൽ അല്ലെങ്കിൽ മോണ്ടൻ എന്ന് പറയും. അതിൻ്റെ അർത്ഥം ഞാനും ചേട്ടനും തലമുടി വെട്ടി ഭഗവാന് സമർപ്പിച്ചു. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ അഹങ്കാരം, ദുഃഖം, പാപങ്ങൾ എല്ലാം വിട്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. അത് ആത്മീയമായ ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ്. അവിടെ എല്ലായിടത്തും കാണാം, ചെറുപ്പക്കാർ മുതൽ മുതിർന്നവർ വരെ ഭക്തിപൂർവ്വം മുടി വെട്ടുന്നു. ഇവിടെ വെട്ടുന്നതിന് നമുക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തിരുമല തിരുപ്പതി ദേവസ്ഥാനം നിരവധി ദാനധർമ്മ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അന്നദാനം, പ്രതിദിനം ആയിരക്കണക്കിന് ഭക്തർക്ക് സൗജന്യമായ ഭക്ഷണം നൽകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പൂരിയും മസാലയും മേടിച്ചുകൊണ്ട് വന്നു. കടലക്കറിയും ഉരുളക്കിഴങ്ങ് കറിയുമായിരുന്നു. അതിൽ 2ലും കാഷ്യൂ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ ഡൽഹിയിൽ നമ്മുടെ ഒരു ഫ്രണ്ട്സിനെ കണ്ടുമുട്ടി. ബിജിയും മനോജും ഫാമിലിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ പത്മാവതി ക്ഷേത്രമൊക്കെ കാണാൻ വേണ്ടി പോയി. ഫുള്ള് മഴയായിരുന്നു. നല്ല അടിപൊളി മഴയായിരുന്നു. പത്മാവതിയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുന്ന. ഇനി നമുക്ക് കഥയുടെ ബാക്കി കേട്ടാലോ. ലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവും തമ്മിൽ ഒരു വിവാദമുണ്ടായി. അങ്ങനെ വിഷ്ണു വഴക്കിട്ട് മനുഷ്യരൂപം ധരിച്ച് ശ്രീനിവാസൻ എന്ന പേരിൽ തിരുമലയിൽ വസിച്ചു എന്നാണ് വിശ്വാസം. അന്ന് സമീപ പ്രദേശത്തെ അക്ഷരരാജ എന്ന രാജാവിന് പത്മാവതി എന്ന പുത്രി ഉണ്ടായിരുന്നു. ഒരു ദിവസം ശ്രീനിവാസൻ പത്മാവതിയെ കണ്ട് പ്രണയം ആയി. രാജാവിനോട് വിവാഹം ചോദിക്കുമ്പോൾ അത് രാജീയമായും ഭംഗിയുമായും നടക്കണമെന്ന ആവശ്യവുമായി. പക്ഷേ വിഷ്ണുവിന് ലക്ഷ്മി ഇല്ലാത്തതുകൊണ്ട് എന്തുപറ്റി, ധനമുണ്ടായിരുന്നില്ല. അപ്പോൾ കുബേരനോട് അദ്ദേഹം വിവാഹത്തിനായിട്ട് കടം ചോദിച്ചു. അപ്പോൾ കുബേരൻ ദേവന്മാരുടെ ധനാധിപൻ
ശ്രീനിവാസന് ആവശ്യമായ ധനം വായ്പയായി നൽകി. അതുകൊണ്ടാണ് പറയുന്നത്, ശ്രീ വെങ്കടേശൻ ഇന്നും കുബേരനോടുള്ള കടം അടയ്ക്കുന്നതിനായി ഭക്തരുടെ സമർപ്പണങ്ങൾ സ്വീകരിക്കുന്നു. തിരുപ്പതിയിലെ ഹുണ്ടിയിൽ ഭക്തർ ഇടുന്ന പണം വെങ്കടേശൻ കുബേരന് കടം തിരിച്ചടയ്ക്കാനായി ഉപയോഗിക്കുന്നു എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് തിരുപ്പതിയെ കുബേരൻ്റെ കടം തീർക്കുന്ന ദേവൻ എന്നും വിളിക്കുന്നത്. ഞങ്ങൾ താമസിച്ചിരുന്നത് റെയ്മണ്ടിൻ്റെ ഹോട്ടലിലായിരുന്നു. അവിടെ റെയ്മണ്ടുകാർ വെച്ചതിന് ശേഷം 5 നില ഒരു ബിൽഡിങ്ങാണ് വെച്ചേക്കുന്നത്. വെച്ചതിന് ശേഷം അത് തിരുപ്പതി ട്രസ്റ്റിന് വേണ്ടി സമർപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ എല്ലാ ബിൽഡിങ്ങിനും ഓരോരോ കമ്പനിക്കാർ വെച്ച് കൊടുത്തിട്ട് അവർക്ക് പിന്നെ അതിനകത്ത് അവകാശമില്ല. അത് തിരുമല ട്രസ്റ്റിന് വേണ്ടിയാണ് അവകാശം. അത്രയും വലിയ ക്യാഷൊന്നുമില്ല. എല്ലാം ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഈ പോകുന്ന കാടിന് നടുക്കൂടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ മലയുടെ ഏറ്റവും മുകളിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം. ഇത് താഴെ വന്ന് വീഴുന്ന ഭാഗത്ത് ഒരു ശിവൻ്റെ അമ്പലമുണ്ട്. എല്ലാവരും പോയി കാണണം. തിരുപ്പതിയുടെ മലയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്വർഗ്ഗമാണ്, കാണേണ്ട കാഴ്ചയാണ്. മഴയായതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അല്ലത്തന്നെ എല്ലായിടത്തും ഒന്നും പെർമിഷനില്ല. നമുക്ക് അവിടെ വെച്ച് നമ്മുടെ ഡൽഹിയിലെ ഫ്രണ്ട് വിജയെയും ഫാമിലിയെയും കണ്ടുപിട്ടി. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ബാക്കി യാത്രകളൊക്കെ. അപ്പോൾ എൻ്റെ തിരുമല യാത്ര എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഒരു സന്തോഷമായിരുന്നു. മഴയാണെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.